സ്വാഗതം. എടക്കര ഗ്രാമപഞ്ചായത്തിന്റെ ശിശുവിഹാറിലേക്കുള്ള അധ്യാപിക നിയമനത്തിൽ അട്ടിമറി നടന്നതായി ആരോപിച്ച് പ്രതിപക്ഷം ഉന്നതാധികാരികൾക്ക് പരാതി നൽകി. ഉദ്യോഗാർത്ഥികളുടെ ലിസ്റ്റ് അനുവദിച്ചു തരണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലേക്ക് കത്ത് നൽകിയിരുന്നു. അത് പ്രകാരം ലഭിക്കുന്ന ലിസ്റ്റിൽ നിന്ന് അധ്യാപികയെ നിയമിക്കാനെടുക്കുന്ന കാലയളവിൽ താൽക്കാലിക നിയമനം നടത്തുന്നതിന് വേണ്ടി ഓഗസ്റ്റ് 5 ചേർന്ന ഭരണസമിതി യോഗം തീരുമാനമെടുത്തിരുന്നു. അതുപ്രകാരം ഓഗസ്റ്റ് 11 ഉദ്യോഗാർത്ഥികളുടെ അഭിമുഖവും നടത്തി. ഓഗസ്റ്റ് 12 മലപ്പുറം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ഉദ്യോഗാർത്ഥികളുടെ ലിസ്റ്റ് ലഭിച്ചിട്ടും ആ ലിസ്റ്റിൽ നിന്നും അഭിമുഖം നടത്തി അധ്യാപികയെ നിയമിക്കുന്നതിന് ഭരണസമിതി തയ്യാറായില്ല. പകരം രാഷ്ട്രീയ താൽപര്യത്തിനനുസരിച്ച് നിയമനം നടത്താനാണ് ഭരണസമിതി യോഗത്തിൽ തീരുമാനമെടുത്തത്. അജണ്ടയായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ശിശുവിഹാർ അധ്യാപക നിയമനം സംബന്ധിച്ച് പഞ്ചായത്ത് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന UDF അംഗങ്ങളും സർക്കാരിന്റെ എല്ലാ നോംസുകളും തെറ്റിച്ചുകൊണ്ട് അതിന് കൂട്ടുനിൽക്കുന്ന ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെയും തെറ്റായ നിലപാടുകൾ, നടപടികൾ പൊതുജന സമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് LDFന്റെ ജനപ്രതിനിധികൾ എന്ന നിലയ്ക്ക് ഇങ്ങനെ ഒരു അഭിമുഖം നൽകുന്നത്. നമ്മുടെ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ അന്നത്തെ ഭരണസമിതി യോഗം എടുത്തിട്ടുള്ള തീരുമാനം, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ഉദ്യോഗാർത്ഥികളുടെ ലിസ്റ്റ് വന്ന് ആളെ നിയമിക്കുന്നത് വരെയുള്ള ഒരു കാലയളവിൽ കുട്ടികളുടെ പഠനം തടസ്സപ്പെടാതിരിക്കുന്നതിന് വേണ്ടി താൽക്കാലിക ഇന്റർവ്യൂ നടത്തി ആളുകളെ നിയമിക്കുക എന്നുള്ളതാണ്. ഈ പഞ്ചായത്തിലെ സമീപ പ്രദേശത്തെയും ജോലി ആഗ്രഹിക്കുന്ന വളരെ പാവപ്പെട്ട ഉദ്യോഗാർത്ഥികൾ 23 പേരാണ് ഇവിടെ ഈ പഞ്ചായത്തിൽ അഭിമുഖത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. ആ ഉദ്യോഗാർത്ഥികൾ മുടക്കി ഇവിടെ വരുത്തി ഒരു തെറ്റായ അഭിമുഖം നടത്തി അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ നിയമിക്കാൻ തീരുമാനിച്ചെന്നുള്ളതാണ്. ഇതിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ നിയമവിരുദ്ധ നിലപാടിൽ പ്രതിഷേധിച്ച് വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയ പ്രതിപക്ഷാംഗങ്ങൾ പിന്നീട് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉന്നതാധികാരികൾക്ക് പരാതി നൽകുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, എടക്കര.